കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടായത് എങ്ങനെയാണ്? ആരാണ് കേരളത്തെ ആദ്യമായി ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിളിച്ചത്? ആ കഥയും ചരിത്രവും നമുക്കൊന്ന് നോക്കാം. വർഷം 1989. അന്നു മുതലാണ് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന വാചകം ഒരു ടൂറിസം മുദ്രാവാക്യമായി പ്രചാരത്തിലായത്. സംസ്ഥാനത്തിൻ്റെ പ്രകൃതി സൗന്ദര്യവും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും ആഗോള സഞ്ചാരികൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. കേരള ടൂറിസം വകുപ്പിന്റെ അഭ്യർത്ഥന പ്രകാരം ഒരു പരസ്യ ഏജൻസിയിലെ ക്രിയേറ്റീവ് ഡയറക്ടറായ വാൾട്ടർ മെൻസാണ് ഈ ടാഗ്ലൈൻ രൂപപ്പെടുത്തിയത്. അതിനുശേഷം മുൻ IAS ഉദ്യോഗസ്ഥനും നീതി ആയോഗിന്റെ സിഇഒയുമായ അമിതാഭ് കാന്ത് കേരള ടൂറിസം സെക്രട്ടറി ആയിരിക്കെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന മുദ്രാവാക്യം ജനപ്രിയമാക്കുകയും ചെയ്തു. കേരളത്തിന്റെ അതുല്യമായ സാംസ്കാരിക പൈതൃകം, പ്രകൃതി സൗന്ദര്യം എന്നിവ ഉയർത്തിക്കാട്ടിക്കൊണ്ട് കേരളത്തെ പുനർനാമകരണം ചെയ്യുന്ന ഒരു ടൂറിസം ക്യാമ്പയിൻ അദ്ദേഹം വികസിപ്പിച്ചെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു. കൂടാതെ കേരളത്തിന്റെ പ്രതിച്ഛായയെ ഇന്ത്യയിലെയും ലോകത്തിലെയും മികച്ച യാത്രാ കേന്ദ്രങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നതിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിച്ചു. സംസ്ഥാനത്തിന്റെ വിപുലമായ ടൂറിസം സാധ്യതകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുമുള്ള കേരള ടൂറിസം ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന മുദ്രാവാക്യം ഔദ്യോഗികമായി അവതരിപ്പിച്ചത്. ഈ വാക്യത്തിന് കാരണക്കാരനായ വാൾട്ടർ മെൻസ് കേരളത്തിന്റെ സമൃദ്ധമായ ഭൂപ്രകൃതി, വൈവിധ്യമാർന്ന വന്യജീവികൾ, ശാന്തമായ കായലുകൾ, യോജിപ്പുള്ള പാരമ്പര്യം എന്നിവയുടെ സത്ത് പകർത്താനും അതിനെ ഭൂമിയിലെ ഒരു പറുദീസയായി സ്ഥാപിക്കാനും ആഗ്രഹിച്ചു. ഈ പ്രചാരണത്തിന്റെ വിജയം കേരളത്തിന് ഒരു സവിശേഷ പ്രകൃതിദത്തവും സാംസ്കാരികവുമായ ലക്ഷ്യസ്ഥാനമെന്ന നിലയിൽ ആഗോള അംഗീകാരം നേടാൻ സഹായിച്ചു. എന്നാൽ ദൈവാനുഗ്രഹമുള്ള ഒരു നാടാണ് കേരളം എന്ന ആശയം മാർക്കറ്റിംഗ് പ്രചാരണത്തിന് മുമ്പ് തന്നെ ആരംഭിച്ചതാണ്. പുരാതന ഹിന്ദു ഇതിഹാസങ്ങളിൽ കേരളത്തെ വിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ സൃഷ്ടിച്ചതായി വിവരിക്കുന്നു. അദ്ദേഹം തന്റെ മഴു ഉപയോഗിച്ച് കടലിൽ നിന്ന് കര തിരിച്ചു പിടിച്ചു. ഇത് കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ദേവന്മാർ ദാനം ചെയ്ത ഒരു നാടാക്കി മാറ്റി. മത്സ്യപുരാണം, മലയാള ഗ്രന്ഥമായ കേരളോൽപ്പത്തി എന്നിവയിൽ ഈ ഐതിഹ്യം കാണാം. പരശുരാമൻ ഭൂമി തിരിച്ചു പിടിച്ചതിന് ശേഷം മണ്ണ് ശുദ്ധീകരിക്കാനും ഭൂമിയെ ഫലപുഷ്ടമാക്കാനും സഹായിച്ച സർപ്പരാജാവായ വാസുകിയെ വിളിച്ചതായി കഥ പറയുന്നു. അതിനാൽ കേരളത്തിൽ പാമ്പുകളെ സംരക്ഷകരായി ബഹുമാനിക്കുന്നു. 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യം മുഴുവൻ ശ്രീപത്മനാഭന്, അതായത് വിഷ്ണുവിന് സമർപ്പിച്ച് ദേവന്റെ ദാസനായി ഭരിച്ചു. ഇത് കേരളം ദൈവത്തിന്റെ സ്വന്തം മണ്ഡലമെന്ന സങ്കല്പത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു പാരമ്പര്യമുണ്ടാക്കി. ടാഗ്ലൈൻ കേരളത്തിന്റെ അസാധാരണമായ പ്രകൃതി സൗന്ദര്യം, ആത്മീയത, ഐക്യം, ഒന്നിലധികം വിശ്വാസങ്ങളുടെ സഹവർത്തിത്വം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. നൂറ്റാണ്ടുകളായി മതപരവും സാംസ്കാരികവുമായ പാരമ്പര്യങ്ങളുടെ ഒരു സംഗമ സ്ഥാനമാണ് കേരളം. ദിവ്യൻ അനുഗ്രഹിച്ച ഒരു സങ്കേതമെന്ന പ്രതിച്ഛായയ്ക്ക് ഇത് സംഭാവന നൽകുന്നു. കേരളത്തിന്റെ പച്ചപ്പ്, ശാന്തമായ കായലുകൾ, തെങ്ങിൻ തോപ്പുകൾ, പശ്ചിമഘട്ടം, ഓണം പോലെയുള്ള ഊർജ്ജസ്വലമായ ഉത്സവങ്ങൾ എന്നിവയെല്ലാം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന ഖ്യാതി വർദ്ധിപ്പിക്കുന്നു. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന മുദ്രാവാക്യം അവതരിപ്പിച്ചതു മുതൽ കേരളത്തിന്റെ ആഗോള ഐഡന്റിറ്റിയായി ഇത് മാറിയിരിക്കുന്നു. ഈ വാക്യം ടൂറിസത്തെ വിപണനം ചെയ്യുക മാത്രമല്ല, പ്രകൃതി,
ആതിഥ്യം, ആത്മീയ ചരിത്രം, സാംസ്കാരിക സമ്പന്നത എന്നിവയുടെ കേരളത്തിന്റെ യഥാർത്ഥ ജീവിത മിശ്രിതത്തെ പ്രതിഫലിപ്പിക്കുന്നു. ടാഗ്ലൈൻ സൃഷ്ടിക്കപ്പെട്ടതിന് പതിറ്റാണ്ടുകൾക്ക് ശേഷവും യാത്രാ സാഹിത്യത്തിലും മാധ്യമങ്ങളിലും ടൂറിസത്തിലും ഈ പദം ആഘോഷിക്കപ്പെടുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൽ തന്നെ സ്ഥല ബ്രാൻഡിങ്ങിന്റെ ഏറ്റവും വിജയകരമായ ഉദാഹരണങ്ങളിൽ ഒന്നായി ഇത് നിലകൊള്ളുന്നു. ചുരുക്കത്തിൽ, കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നത് കേരളത്തിൻ്റെ പുരാണ ചരിത്ര വിവരണങ്ങളിൽ വേരൂന്നിയ ഒരു ടൂറിസം പ്രചാരണത്തിൻ്റെ ഭാഗമായാണ് ഉത്ഭവിച്ചത്. അതിനുശേഷം കേരളത്തിൻ്റെ ആകർഷകമായ പ്രകൃതി, സാംസ്കാരിക വൈവിധ്യം വാചാലമായി വിവരിക്കുന്ന ഒരു പാരമ്പര്യമായി ഇത് മാറി. വ്യത്യസ്ത മതസ്ഥർ ഒരേ മനസ്സോടെയും പരസ്പര ബഹുമാനത്തോടെയും ജീവിക്കുന്ന ഇടം. സോഷ്യൽ മീഡിയ വെല്ലുവിളികൾക്കപ്പുറം ഒരു ആപത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന മനുഷ്യർ. ആവോളം കണ്ണും മനസ്സും നിറയ്ക്കുന്ന സംസ്കാരം. പച്ചപ്പിൽ കുളിച്ചു നിൽക്കുന്ന മനോഹര തീരം. ആരെയും ആകർഷിക്കുന്ന കാടും മലകളും പുഴകളും കടലും, പിന്നെ കുറേ നല്ല മനുഷ്യരും. അതെ, കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്.